Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്കിനി സൂറത്തു തൗബയിലെ 88, 89 സൂക്തങ്ങൾ ഇൻഷാഅല്ലാഹ് മനസ്സിലാക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. لكن الرسول والذين آمنوا معه جاهدوا بأموالهم وأنفسهم وأولئك لهم الخيرات وأولئك هم المفلحون. أعد الله لهم جنات تجري من تحتها الأنهار خالدين فيها ذلك الفوز العظيم. لكن الرسول എന്നാൽ റസൂൽ അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദീന ആമനു മഅഹു അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചവരും ജാഹദു അവർ സമരം ചെയ്യുന്നു ബി അംവാലിഹിം അവരുടെ മുതലുകൾ കൊണ്ടും അംഫുസിഹിം അവരുടെ തടികൾ കൊണ്ടും ദേഹങ്ങൾ കൊണ്ടും വ ഉലൈക ലഹുമുൽ ഖൈറാത്തു അക്കൂട്ടർ അവർക്കാണ് നന്മകളൊക്കെയുള്ളത്. വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ അവർ തന്നെയാകുന്നു ലക്ഷ്യം നേടിയവരും. അഅദ്ദല്ലാഹു ലഹും അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് ജന്നാത്തിൻ തോട്ടങ്ങൾ തജ്രി ഒഴുകുന്നു മിൻ തഹ്തിഹ അതിൻ്റെ താഴെ കൂടി അൽ അൻഹാറു പുഴകൾ ഖാലിദീന ഫീഹ അവർ അവിടെ നിത്യവും താമസിക്കുന്നവരാണ്, നിത്യവാസികളാണ്. ദാലിക്കൽ ഫൗസുൽ അലീം അതത്രേ മഹാവിജയം, വലിയ വിജയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ വലിയ വിജയം നേടുന്ന ഭാഗ്യവാന്മാരിൽ വിജയികളിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്യുമ്പോഴൊക്കെയും നമസ്കാരത്തിൽ പ്രത്യേകിച്ചും സാന്ദർഭികമായ ദിക്റുകളും ദുആകളും ഉരുവിടുമായിരുന്നു. ഒരിക്കൽ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരിക്കൽ ഞാൻ ഖിയാമുൽ ലൈലിന് നിന്നു. സാധാരണഗതിയിൽ ഖിയാമുൽ ലൈൽ 3 ദിവസമല്ലേ റസൂൽ ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ടുള്ളൂ. എന്നാൽ ചിലപ്പോഴൊക്കെ സഹാബികൾ എന്ത് ചെയ്യും, എല്ലാവരും പോകാൻ കാത്തു നിന്നിട്ട് റസൂൽ നിസ്കരിക്കുന്നുണ്ടാവും, ഒറ്റയ്ക്ക് വന്നിട്ട് റസൂലിനെ തുടരും. ചിലപ്പോൾ 1-2 ആൾക്കാരൊക്കെ അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറയണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിഹ കഴിഞ്ഞതിന് ശേഷം അൽ-ബഖറ ഓതാൻ തുടങ്ങി. അൽ-ബഖറ ഓതിക്കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചൊരു 100 ആയത്ത് വരെയൊക്കെ ഓതുണ്ടാവും, എന്നാൽ പിന്നെ റുക്കോഴ് ചെയ്യായിരിക്കും. അത് കഴിഞ്ഞ് നിർത്തുന്നില്ല, അദ്ദേഹം അൽ-ബഖറ മുഴുവൻ ഓതി. പിന്നെ സൂറത്തു ആൽ ഇമ്രാൻ ഓതി, സൂറത്തു നിസാ ഓതി, തിരിച്ചാ പറഞ്ഞ് നിസാ ആൽ ഇമ്രാൻ, നിസാവും ആൽ ഇമ്രാൻ ഓതി. അങ്ങനെ ഹദീസിലുണ്ട്. ഓതിയെന്ന് മാത്രമല്ല, വളരെ സാവകാശം നിർത്തി അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കേണ്ട സൂക്തങ്ങൾ എത്തുമ്പോൾ കാവലിനെ ചോദിക്കുക. ഉദാഹരണമായിട്ട് നരകത്തെ സംബന്ധിച്ച്, ശിക്ഷയെ സംബന്ധിച്ച്, ദുരന്തങ്ങളെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചൊക്കെ പറയുന്ന, ഇപ്പോൾ സ്വർഗം സംബന്ധിച്ച് ദുനിയാവിൽ തന്നെ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അത് അള്ളാഹുവിനോട് ചോദിച്ച്, കുറ്റങ്ങളെ സംബന്ധിച്ചും തെറ്റുകളെ സംബന്ധിച്ചൊക്കെ പരാമർശിക്കുമ്പോൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി, തസ്ബീഹ് ചൊല്ലേണ്ട, അള്ളാഹുവിനെ വാഴ്ത്തേണ്ട, പുകഴ്ത്തേണ്ട ഭാഗങ്ങൾ വരുമ്പോൾ അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി തസ്ബീഹ് ചെയ്ത്, ഇങ്ങനെയാണ് അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്തത്. ഒരു റക്അത്തിൽ 5 ജുസ്ഇലധികം വരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിറാഅത്ത് തന്നെ കാന മുതറസ്സിലൻ, നിർത്തി ചിന്തിച്ചാണ് ഓതുക. എന്നിട്ട് ആ സൂക്തങ്ങൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കാവലിനെ ചോദിക്കുന്നു, അള്ളാഹുവിനോട് സ്വർഗത്തെ ചോദിക്കുന്നു, അള്ളാഹുവിനോട് തെറ്റിന് മാപ്പിനപേക്ഷിക്കുന്നു, കാരുണ്യം ചോദിക്കുന്നു. ഇങ്ങനെ അപ്പോൾ എത്ര ദീർഘമായൊരു നിസ്കാരമായിരിക്കും, എത്ര ദീർഘമായ ഓത്തായിരിക്കും. ഇപ്പോൾ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ
സുന്നത്ത് നമസ്കാരത്തിലാണ്. ഫർദ് നമസ്കാരത്തിലായിരുന്ന മൗമൂമിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കണ്ടില്ല, അവർക്കൊക്കെ അർജൻറ്റുള്ള ആളുകളാണ്, അവർക്ക് ഫർദ് നമസ്കാരം കഴിഞ്ഞാൽ പോകേണ്ടി വരും. അതേമാതിരി നമുക്ക് ആശുപത്രിയിൽ നിന്ന് ഇക്കാരെ ഓടി വന്നിക്കുക നിസ്കാരത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ. അപ്പോൾ അവിടെ ഇമാമ് നീട്ടി ഓതാൻ നിന്നാൽ ആൾക്കാർക്ക് അത് വിഷമം ഉണ്ടാക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരിക്കൽ പറഞ്ഞില്ലേ, ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ കുറച്ച് ദീർഘമായി നിസ്കരിക്കണം എന്ന് ഞാൻ വിചാരിക്കും, പക്ഷേ ബാക്കിൽ നിന്ന് കുട്ടികളെ അസ്വസ്ഥത കാണുമ്പോൾ കുട്ടികൾ കരച്ചിലും പിഴിച്ചിലും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ആ കുട്ടികളുടെയും അവരുടെ ഉമ്മമാരാണല്ലോ അവരെ കൊണ്ടുവന്നിരിക്കുക, അവർക്കും വിഷമം ഉണ്ടാവും വിചാരിച്ചാൽ നിസ്കാരം വേഗം ചുരുക്കുന്നു. ആര് പറയുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. നീട്ടി നിസ്കരിക്കണം എന്ന് കരുതും, പക്ഷേ കുട്ടികളുടെ കരച്ചിലും പ്രയാസമൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ അവരുടെ അമ്മമാരുടെ ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് ഞാൻ വേഗം നിസ്കാരം ചുരുക്കി നിസ്കരിക്കും. ചുരുക്കി നിസ്കരിക്കുക പറഞ്ഞാൽ നീട്ടി നിസ്കരിക്കാതെ ദൈർഘ്യം കുറക്കും. അപ്പോൾ ജമാഅത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, നീട്ടി നിസ്കരിക്കേണ്ടതല്ല. സുബഹി ഇശാ ഒക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിരി ഇരുന്നാലും മറ്റുള്ളതിനെ അപേക്ഷിച്ച് ദീർഘിച്ച് നിസ്കരിച്ചിരുന്നു. സുബഹിക്കൊക്കെ ഓതാണ് സജദയും ദഹ്റും ആണല്ലോ, അപ്പോൾ അത് കുറച്ച് ദൈർഘ്യം ഉണ്ടാകും. പക്ഷെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ദീർഘമായി ഖുർആൻ പാരായണം ചെയ്യുകയും അതിനിടയിൽ ദിക്റും ദുആഉം ഇസ്തിആദത്തും തസ്ബീഹും ഒക്കെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഖുർആനിൽ പരാമർശിക്കുന്ന വിഷയം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ പ്രതികരിച്ചു കൊണ്ട് ഓതണം. രണ്ട് കാര്യമാണ് വേണ്ടത്. ഒന്ന്, ഓതുന്ന കാര്യം മനസ്സിലാകണം. രണ്ട്, ഓതേണ്ടത് എങ്ങനെയെന്ന് ഉൾക്കൊള്ളണം. അത് രണ്ടും നമുക്ക് ആ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ പറയുന്ന കാര്യം ഒരു ബോധമില്ലാതെ ഓതി പോകുക സങ്കടമല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാട് എങ്ങനെയായിരിക്കും? എന്താണ്? ലാക്കിനി റസൂൽ വല്ലദീന ആമനു മഅഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള വിശ്വാസികളും ജാഹദൂ ബി അംവാലിഹിം, അവർ അവരുടെ മുതലുകൾ കൊണ്ട് ജിഹാദ് ചെയ്യുന്നു, പൊരുതുന്നു, അധ്വാനിക്കുന്നു, അതിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു. വഅൻഫുസിഹിം, അവരുടെ ജീവനുകളെ കൊണ്ടും അല്ലെങ്കിൽ അവരുടെ ദേഹങ്ങളെ കൊണ്ടും. കണ്ടോ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ളതാണ് മുതലും ദേഹവും. സമ്പത്തും സ്വാധീനമൊന്നും മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വ ഉലൈക ലഹുമുൽ ഖൈറാത്ത്, അവർക്കാണ് ഖൈറാത്ത് ഉള്ളത്. ഖൈറ് പറഞ്ഞാൽ എന്താ? ക്ഷേമം, ഗുണം, ഐശ്വര്യം. അതിൻ്റെ ബഹുവചനമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഖൈറാത്ത്. ഖൈറാത്ത്, സുബ്ഹാനല്ലാഹ്. വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു ലക്ഷ്യം നേടിയവർ. ഫലാഹ് പറഞ്ഞാൽ നമ്മൾ വിളവെടുക്കുന്ന വിളവിനാണ് പറയുക. നെല്ലൊക്കെ, ഗോതമ്പോ, നെല്ലോ, മാങ്ങയോ, തേങ്ങയോ എന്താ നമ്മൾ വിളവെടുത്താൽ വിളവിന് ഫലാഹ്. അതാണ് യഥാർത്ഥത്തിൽ ഒരു കർഷകൻ്റെ ലക്ഷ്യം. ഫല്ലാഹ് പറഞ്ഞാൽ കർഷകൻ. ഇവിടെ മുഫ്ലിഹ് എന്ന ലക്ഷ്യം നേടുക, അതാണ് ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ നമ്മൾ അർത്ഥം പറയും. ലക്ഷ്യം നേടിയവർ തന്നെയാണ് ആ വിഷയത്തിൽ വിജയിച്ചവർ. അപ്പോൾ അള്ളാഹ് ഈ ഖൈറ് ലഭിക്കുന്ന, ലക്ഷ്യം നേടുന്ന, വിജയം വരിച്ചവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം എന്നൊരു ദുആ അവിടെ വേണം. അപ്പോഴാണ് നമ്മൾക്ക് ഖുർആൻ ഓതിയ ഈമാൻ വർദ്ധിക്കുക. അഅദ്ദല്ലാഹു ലഹും, അള്ളാഹു കൂടുതൽ വിശദീകരിക്കേണ്ട പദങ്ങളൊക്കെ നമുക്ക് പരിചയമുള്ള പദങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അഅദ്ദല്ലാഹു ലഹും, അഅദ്ദ ഒരുക്കി വെച്ചിട്ടുണ്ട് അവർക്ക്, ലഹും അവർക്ക് ജന്നാത്തിൻ തോട്ടങ്ങൾ. അപ്പോൾ ആൾക്കാർ അതിൻ്റെ പിന്നാലെ കൂടും. ചില ചർച്ചകളൊക്കെ കേട്ടാൽ വളരെ മോശമായി. അത് എവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്? സ്വർഗം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? അതാണ് പിന്നെ ചർച്ച. എവിടെ ആയിക്കോട്ടെ, അത് കിട്ടിയാൽ പോരെ, എന്തിനാ അപ്പം നിന്നാൽ പോരെ? കുഴി എണ്ണണോ എന്നൊരു ചോദ്യമില്ല നമുക്ക്. അപ്പോൾ ആൾക്കാർ അതാ, ഭൂമിയിലാണോ ആകാശത്താണോ? അപ്പോൾ സ്വർഗപ്പുണ്ടോ നരകപ്പുണ്ടോ? ഇങ്ങനെയൊക്കെ ആവശ്യമില്ലാതെ ആളുകളെ ഒരു വെറും വർത്തമാനത്തിലേക്ക് നയിക്കുക. അപ്പോൾ അങ്ങനെ പല ചർച്ചകളുണ്ട്. ഓൽക്ക് സ്വർഗം ഉണ്ടാവുമോ? നിലമ്പൂർ ആദിവാസികളുണ്ട്, ഓൽക്ക് സ്വർഗം ഉണ്ടോ? ഇങ്ങനെയൊക്കെ ചർച്ച കേട്ടിട്ടില്ലല്ലോ. നിലമ്പൂർ ആദിവാസികളുണ്ട്, ഓൽക്ക് ദഅവത്ത് എത്തിക്കണം. ഓൽക്ക് അള്ളാഹ് സ്വർഗം കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോട്ടെ, നമുക്കെന്താ അതിന് നഷ്ടം? എന്തിനാ ആവശ്യമില്ലാത്ത? അത് അള്ളാഹിൻ്റെ ഇഷ്ടമല്ലേ. നമുക്ക് സ്വർഗമുണ്ടോ? നമ്മൾ ഈ പള്ളിയിൽ നിന്ന് പോകാത്ത ആൾക്കാർ, നിസ്കരിക്കുന്ന ആൾക്കാർ, നമുക്ക് സ്വർഗമുണ്ടോ? അല്ലാഹു ആലം. പിന്നെ എന്തിനാ നമ്മളെ കാര്യമാണ് നമ്മളെ പേടിപ്പിക്കേണ്ടത്? മറ്റൊക്കെ അള്ളാഹ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അള്ളാഹിൻ്റെ മാത്രം അവകാശത്തിലാണ്, അധികാരത്തിലാണ്. അപ്പം അനാവശ്യമായ ചർച്ചകളിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമ്മളുടെ സൽക്കർമ്മങ്ങളെ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് കൂടി സൂചിപ്പിക്കാം. അഅദ്ദല്ലാഹു ലഹും, അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് ജന്നാത്തിൽ തോട്ടങ്ങൾ. ഈ തോട്ടം എന്ന് പറഞ്ഞാൽ നിസ്സാരമൊന്നുമല്ല. ഭൂമിയിൽ ഒരാൾ പറയാം 2 ഏക്കർ തോട്ടം ഉണ്ട് അവിടെ,
അതിലുണ്ടൊരു കുളം അല്ലെങ്കിൽ അതിലുണ്ടൊരു കിണർ, പറ്റാത്ത വെള്ളം. ഇപ്പം നമ്മൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരാൻ അടിച്ചാലും നാളെ നേരം വെളുക്കുമ്പോൾ അതിലുണ്ട്. ഇതിങ്ങനെയൊക്കെ പറയില്ലേ, നമ്മൾ തോട്ടങ്ങളെ പറ്റി പറയലില്ലേ, കേട്ടിട്ടില്ലേ? എന്തൊരു സന്തോഷമായിരിക്കും അതിൻ്റെ ഉടമക്ക് ഇല്ലേ? അതിൽ എന്തൊക്കെ കൃഷിയുണ്ട്, എല്ലാ സാധനമുണ്ട്. അതിൻ്റെ ഒരു സന്തോഷവും ആവേശവും. അയാൾ രാവിലെ പോയാൽ വൈകുന്നേരം അവിടെ നിന്ന് കയറി വരുള്ളൂ. എന്താ തോട്ടം, ആ വെള്ളം കിട്ടുന്ന തോട്ടം, ഫലഭൂയിഷ്ടമായ തോട്ടം, സകലവിധ വിളകളുമുള്ള അങ്ങനെ തോട്ടം. ജന്നാത്തിൻ, തോട്ടങ്ങൾ ഒന്നുമല്ല പലത്. അതിങ്ങോട്ട് തരാമെന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന വൃത്തികേടുകളോ ഒരു പ്രയാസമില്ല തോട്ടങ്ങൾ. സുബ്ഹാനല്ലാഹ്. അതൊക്കെ ഓതുമ്പോൾ ഒരു വികാരമില്ല, ഒരു വിചാരമില്ല, അള്ളാഹിനോട് ചോദിക്കണമെന്നില്ല. നമ്മളിങ്ങനെ 5 നേരം നിസ്കരിക്കണത് കഴിഞ്ഞാൽ പോണ് ഓതുന്നു, ഖുർആൻ ഓതി. അതല്ലല്ലോ ഈ ആയത്ത് ഓതുമ്പോൾ അഅദ്ദല്ലാഹു ലഹും, അള്ളാഹു അത്തരക്കാർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു ജന്നാത്തിൻ, തോട്ടങ്ങൾ, തജ്രി ഒഴുകുന്നു, മിൻ തഹ്തിഹാ, അതിൻ്റെ താഴെ കൂടിയ അൻഹാറു, പുഴകൾ, താഴെ കൂടി പുഴകൾ ഒഴുകുക. വെള്ളം, പുഴ, അത് മനുഷ്യൻ്റെ മനസ്സുമായി ബന്ധപ്പെട്ട ഒരു സംഗതി. അതുകൊണ്ടാണ് നമ്മൾ കടൽക്കരയിൽ പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ പൈസ കൊടുത്തുകാണ്ട് ഫാൻറ്റസി പാർക്കിലേക്ക് പോകുന്നത്. എന്താണ്? വെള്ളം. അത് നമ്മളെ മനസ്സിനെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. പുഴയുടെ തീരത്ത് നല്ല പാറി, വൃത്തിയില്ലാത്തതുകൊണ്ടാണ് നമുക്ക് അവിടെ പോയിരിക്കാൻ മടി. നല്ല വൃത്തിയും ഭംഗിയുള്ളൊരു പുഴയുടെ തീരാണെങ്കിലോ അവിടെ പോയിരുന്നാൽ സമയം പോണത് അറിയില്ല. പണ്ടൊക്കെ നമുക്കറിയാലോ, പുഴയിൽ പോയിട്ട് ഇരിക്കും ആൾക്കാർ. എന്തിനാണ്? അതിൻ്റെ ഒരു സന്തോഷമാണ്. വലിയ വൃത്തിയും ഭംഗിയൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. അപ്പോൾ അത് ഇങ്ങനെ അല്ലാഹു തആല പറയുമ്പോൾ അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. എനിക്കത് വേണം അല്ലാഹ്, എനിക്ക് തരണം. എനിക്ക് മാത്രം പോരാ, എൻ്റെ കുട്ടികൾക്കും തരണം, എൻ്റെ കുടുംബത്തിനും തരണം, എൻ്റെ സഹപ്രവർത്തകർക്ക് തരണം, എൻ്റെ സുഹൃത്തുക്കൾക്ക് തരണം. ഇങ്ങനെ അള്ളാഹിനോട് ദുആ ചെയ്തിട്ട് അപ്പോൾ നമുക്കിങ്ങനെ തോന്നും, ഖുർആൻ ഓതിയിട്ട് എന്തോ ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ടല്ലോ എനിക്ക്. അതാണ് ഈമാൻ വർദ്ധിക്കുക. അത് നമുക്കിങ്ങനെ അനുഭവിക്കാൻ കഴിയും. അപ്പോൾ അഅദ്ദല്ലാഹു ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ. പിന്നെ നിത്യവാസികളാണ് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞു പോയാൽ മതിയോ? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ദുനിയാവിലെ ജീവിതം തന്നെ നമുക്ക് പൂതി കഴിഞ്ഞിട്ടില്ലല്ലോ. 65-66 വയസ്സായി എനിക്ക്. എന്നാലും ദുനിയാവിൽ ഇനി ജീവിക്കണം തന്നെ, മരിക്കാൻ പൂതിയൊന്നുമില്ല. 95 വയസ്സായ ഒരാളോട് ചോദിച്ചു നോക്കോണ്ടി, നിങ്ങൾക്ക് ദുനിയാവ് ഇപ്പം മതിയായിട്ടില്ലേ? പൂതി കഴിഞ്ഞില്ല, കണ്ണ് കാണുന്നില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയണില്ല, നടക്കാൻ വയ്യ. എന്നാലും ദുനിയാവ് മരിക്കാൻ പൂതിയില്ല, മരിക്കണം എന്നില്ല. ദുനിയാവ് തന്നെ എങ്ങനെ? അപ്പോൾ എല്ലാവിധ പ്രയാസങ്ങളും അസ്വസ്ഥ, എന്തെല്ലാം സംഘർഷങ്ങളുണ്ട് നമ്മുടെ മനസ്സിൽ, എന്തെല്ലാം രോഗങ്ങളുണ്ട് നമുക്ക് ഓരോരുത്തർക്കും. എന്നിട്ടും ദുനിയാവിന്ന് പോകണമെന്ന് നമുക്ക് തോന്നിയിട്ട് എന്താ കാരണം? ദുനിയാവ് നല്ല രസമുള്ളൊരു ജീവിതം, നല്ല സന്തോഷമുള്ള ജീവിതം. എല്ലാ പ്രയാസങ്ങളോടും ഒപ്പം നമ്മൾ ദുനിയാവിനെ ആസ്വദിക്കുന്നു. അപ്പോൾ പിന്നെ ഒരു സന്താപവും ഒരു സങ്കടം ഒരു വേദനയും ഒരു വെപ്രാളവും ഒരു ജീവിത പ്രാരാബ്ദവും ഇല്ലാത്ത സ്വർഗത്തിലോ ഖാലിദീന ഫിഹാ, അവിടെ നിത്യവാസികളാണ്. അള്ളാഹിനോടൊന്ന് ചോദിക്കണ്ടേ ഇത് ഓതുമ്പോൾ? പിന്നെ പറഞ്ഞ് ദാലിക്കൽ ഫൗസുൽ അലീം, അതത്ര മഹാവിജയം. ഈ ദുനിയാവിൽ വലിയ സമ്പന്നനാകുന്നതോ വ്യാപാരി വ്യവസായി ആകുന്നതോ അധികാരിയാകുന്നതോ രാഷ്ട്രത്തലവനാകുന്നതോ ഒന്നുമല്ല. ദാലിക്കൽ ഫൗസുൽ അലീം, ഫൗസ് വിജയം. ഇത് പല സ്ഥലത്തും ഖുർആൻ എടുത്ത് പറഞ്ഞത്. സൂറത്തു നിസായിൽ ഞാൻ നോക്കി, സൂറത്തു നിസായിലെ 13-ാമത്തെ ആയത്തിൽ അവിടെ അനന്തരാവകാശ നിയമങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ വരുന്നതിന് ശേഷം അവിടെ അതാണ് വിജയം. അള്ളാഹുവിൻ്റെ നിയമം പാലിച്ച് ജീവിക്കുക, അതാണ് വിജയം. അപ്പോൾ ദാലിക്കൽ ഫൗസുൽ അലീം, അതത്ര മഹാവിജയം. ഇവിടെ ഒരു കച്ചവടം വിജയിച്ചു എന്നോ, ഇവിടെ ഒരു ഉദ്യോഗസ്ഥനായി വലിയ പദവിയിലെത്തി എന്നുള്ളതോ, ഇവിടെ സാമ്പത്തികമായി വലിയ നേട്ടം, ഇതൊന്നും അല്ല യഥാർത്ഥത്തിൽ വിജയം. വദാലിക്കൽ ഫൗസുൽ അലീം, അത് കിട്ടും ഉൾക്കൊള്ളണം നമുക്ക്. എന്നാൽ നമുക്ക് പരലോകം എന്നുള്ള ബോധമുണ്ടാകും, ദുന്യാവിനോടുള്ള അമിതമായ പ്രതിപത്തിയൊക്കെ കുറയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞാൽ നിർത്തുകയാണ്. ലാക്കിനി റസൂൽ, എന്നാൽ റസൂൽ എന്ന് പറയാൻ കാരണം എന്താ? അതിൻ്റെ തൊട്ട് മുമ്പത്തെ സൂക്തത്തിൽ മുനാഫിഖീങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. അവർക്ക് അവരുടെ പൈസ ചെലവാക്കാൻ, തടികൊണ്ട് യുദ്ധം ചെയ്യാൻ, പോരാടാൻ മടിയാണ്. അവർ വീട്ടിലിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും ജാഹദൂ ബി അംവാലിഹിം വഅൻഫുസിഹിം, അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവരുടെ ദേഹങ്ങളെ കൊണ്ടും അവരുടെ മുതലുകളെ കൊണ്ടും പൊരുതുന്നു.
അതാണ് ജിഹാദ് ചെയ്യുന്നു. വ ഉലൈക ലഹുമുൽ ഖൈറാത്ത്, ഗുണങ്ങൾ അത്രയും അവർക്കുള്ളതാ, നേട്ടങ്ങൾ അത്രയും ക്ഷേമങ്ങളൊക്കെയും അവർക്ക് ദുനിയാവിലും അവർക്കുള്ളതാ, പരലോകത്തും അവർക്കുള്ള. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി അനുഭവിക്കുന്ന മനസ്സംതൃപ്തി, അയാളുടെ ആത്മവിശ്വാസം, ഇതൊന്നും വിശ്വാസികളല്ലാത്തവർക്ക് കിട്ടൂല. ലഹുമുൽ ഖൈറാത്ത് വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാകുന്നു വിജയികളും. അഅദ്ദല്ലാഹു ലഹും, അള്ളാഹു അവർക്ക് തയ്യാറ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരുക്കി വെച്ചിട്ടുണ്ട്, ജന്നാത്തിൻ തോട്ടങ്ങൾ, തജ്രീ മിൻ തഹ്തിഹ, അതിൻ്റെ താഴെ കൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്നു, വൽ അൻഹാറു പുഴകൾ, ഖാലിദീന ഫിഹ, അവരവിടെ നിത്യവാസികളാണ്, മരണമില്ല, രോഗമില്ല, അനാവശ്യ വർത്തമാനങ്ങൾ കേൾക്കൂല. ഇല്ലാ ഖീലൻ സലാമൻ സലാമ, ശാന്തിയും സമാധാനവും. ദാലിക്കൽ ഫൗസുൽ അലീം, അതത്രേ മഹത്തായ വിജയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ വലിയ വിജയം നേടുന്ന, ലക്ഷ്യം നേടുന്ന വിജയികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹ് ഞങ്ങളുടെ ചെറിയ അമലുകൾ, ചെറിയ പ്രവർത്തനങ്ങളെ കൊണ്ടാണ് ഞങ്ങൾ സ്വർഗം ചോദിക്കുന്നത്. രക്ഷിതാവേ, നരകത്തിൽ നിന്ന് മുക്തി ചോദിക്കുന്നത്. നീ ഔദാര്യവാനാണല്ലോ, നിന്റെ കാരുണ്യം കൊണ്ട്, നിന്റെ വാത്സല്യം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ജന്നാത്തുൽ ഫിർദൗസ് തന്നു ഞങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണം. നരകത്തിലിട്ട് ശിക്ഷിക്കല്ലേ അഥാ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ സഹപ്രവർത്തകരെയും സഹോദരന്മാരെയും പ്രാർത്ഥനയ്ക്ക് വസിയ്യത്ത് ചെയ്തിട്ടുള്ളവരെയും ദീനുൽ ഇസ്ലാമിന് വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാകണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.